ഹോമലോണാണ്. അപ്പൊ വെറുതെ ബുക്ക് വാരി പോയാ. ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ബോയ് ആൻഡ് സിസ്റ്റേഴ്സ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഇത്ര സൗണ്ട് എന്നൊക്കെ. നമ്മള് വീട്ടില് ഒറ്റക്കാണ്, ഹോമലോണാണ്. അപ്പൊ എന്തായാലും ഒരു വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചു. കാരണം ഹോമലോൺ പറഞ്ഞിട്ട് ആരും പറയണ്ട, നമ്മൾ ഒറ്റക്കാക്കി പോയതൊന്നല്ല. നമ്മളില്ലാന്ന് പറഞ്ഞാണ്, ഓരെന്തോ പ്രോഗ്രാമിന് പോയതാണ്. അപ്പൊ നമ്മളില്ലാന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ നിമിഷങ്ങൾ വളരെ കുറവാണ് കിട്ടല്. കാരണം പിടിച്ചു വലിച്ച് കൊണ്ടുപോകും. എന്താണ് എമ്മച്ചിയോ ഐജിയോ അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ അമ്നുണ്ടാവും. ഇതിപ്പോ ഞങ്ങൾ രണ്ടാള് ആദ്യമായിട്ടാണ് കഥ പറഞ്ഞു. എങ്ങനെ ഒരു ദിവസം കല്യാണത്തിന് ഇനി റിമനും ഇവിടെ ഒറ്റ. ഞാൻ പറഞ്ഞു ഞാൻ ഇല്ല, അപ്പുറം വാശി പിടിച്ച് ഇവിടെ നിന്ന്. അപ്പൊ എനിക്കാണെങ്കിൽ ബിരിയാണി തിന്നാൻ പോവാൻ അന്ന് ഞാൻ ആ ഊഞ്ഞാല, ആ കാണുന്ന ഊഞ്ഞാല അവിടെ മുടി മൊത്തം മുന്നിക്കിട്ടിട്ട് ഇവിടെ പേടിപ്പിച്ച് ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിട്ട് പിന്നെ എനിക്ക് പേടി. അപ്പൊ ഞാൻ ഓളെ ബാക്കിൽ ഓടി. പിന്നെ ഓളെ കണ്ടില്ല. പിന്നെ അമ്മക്ക് വിളിച്ച് നോക്കിയപ്പോ അവിടെ എത്തിക്കുന്നെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ശേഷം ഇപ്പോഴാണ് അപ്പൊ എന്തൊക്കെയാണ് ഈ വ്ളോഗിലുള്ളതെന്നുള്ളത് കാണാം. നമ്മൾക്ക് കുറെ പരിപാടി ഉണ്ട്. ഇവിടെ ഫുള്ള് ക്ലീൻ ചെയ്യാണ്ട്. അപ്പൊ അതൊക്കെ ക്ലീൻ ചെയ്യാറ് ടോയ്സ് ഉണ്ട്, ഡ്രസ്സൊക്കെ എടുത്തൊക്കെ ഉണ്ട്. വീഡിയോ അപ്പൊ സ്കിപ്പ് ചെയ്യാതെ. നമുക്ക് എന്താണ്, നമ്മൾ ചോറുണ്ടാക്കിയിട്ടില്ല. ചോറുണ്ടാക്കിയില്ല. അപ്പൊ എന്തെങ്കിലുമൊക്കെ തട്ടിക്കുട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ച്. അപ്പൊ എന്തായാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇരുന്ന് കാണാ, എൻജോയ് ചെയ്യാ. പിന്നെ നമ്മളെ കോലം നോക്കണം, കുളിച്ചിട്ടൊന്നുമില്ല. അപ്പൊ അതൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, കമന്റ് ചെയ്യാ. പിന്നെ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്തായാലും നീ കൂടുതൽ ലാഗ് അടിപ്പിച്ച് ബോറടിപ്പിക്കാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോ. ഇന്നത്തെ പരിപാടി ഇതാ, ഇത് ക്ലീൻ ചെയ്യാം. ഇത് ഇന്റെ ഡ്രസ്സുകളാണ്. കച്ചറാക്കിയിരുന്ന കേട്ടാ. അവിടെ ഏറ്റവും കൂടുതൽ വൃത്തികേടാക്കിയിരുന്നത് പിന്നാണ്. തിരുമ്പിയിട്ടില്ലല്ല, ഇത് നിങ്ങളെന്താ കുറച്ചുള്ളൂ വിചാരിക്കണ കേട്ടോ. നമുക്ക് റൂമൊക്കെ ഒന്ന് പോയി നോക്കാം. നമ്മളൊരു ചെറിയ വൃത്തികേടായിട്ടുള്ള അങ്ങനെ വൃത്തികേടില്ലല്ലോ എന്ന് ചെറിയൊരു ഹോം ടൂർ. ഇതാണ് ഇവിടെ ഏറ്റവും വൃത്തികേടൊക്കെ എടുക്കുന്നത്. പിന്നെ പഠിക്കുകയാണെങ്കിൽ ഈ ടാബിളിന്റെ അവിടെ മുതൽ ഇവിടെ വരെ ബുക്കാവും. വെറുതെ ബുക്ക് വാരി. അപ്പൊ നമുക്ക് ഇവിടെ നന്നാക്കാം. ആരെങ്കിലും ഉണ്ടോ ചോദിച്ചോക്ക് നേരെ. ഒരാൾക്ക് ഇവിടെ ഡസ്റ്റ് അലർജി ആയി കഴിഞ്ഞു. ഇതാണ് ഒരു പണിയെടുക്കാത്തത്. പൊടി ഉള്ളതൊക്കെ പിന്നെ എന്നെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും. ഞാൻ തുമ്പി പനിച്ച് നിമിഷത്തിന് അടി ഉണ്ടാക്കിയിരുന്നു. അതാണ് വ്ളോഗ് എടുക്കായി. ഇവിടെ പാത്രം കേൾക്കണേന് ഞങ്ങൾ ഇവിടെ എല്ലാതും ഈക്വലായി കേൾക്കുമ്പോ എനിക്കത് കിച്ചൺ ക്ലീൻ ചെയ്യാനുണ്ട്. ഓക്കെ അമ്മായി, അമ്മായിന്റെ വക കളക്ടറിന്റെ വക ഓർഡർ ഉണ്ട്. അവരാണ് അത് പ്രമാണിച്ച് വൃത്തിയാക്കാൻ പോട്ടെ. അമ്മ ഒച്ചൊക്കെ കേൾക്കുന്നു. കഴുകി കഴിഞ്ഞ ബിന്നു മാങ്ങുണ്ട് ഇവിടെ. നമുക്ക് മാങ്ങട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ വൈകുന്നേരം. പിന്നെ ഇവിടെ ബിന്നുവിനെക്കാട്ടിയും കുക്ക് ചെയ്യണത് ഞാനാണ്. അപ്പൊ മിക്കവാറും ഞാൻ തന്നെ ഓൾക്ക് തിന്നാണ്ടാക്കി കൊടുക്കും. അല്ല ഓക്കെ കഴിച്ച് ഞാൻ തള്ളില്ല. പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യണ പിന്നെ നമ്മൾ അത് ചെയ്യുമ്പോ കാണില്ല. ഡെയിലി ഒരു കുപ്പി ഫുഡ് കൊടുക്കണം, അല്ലെങ്കിൽ ഇതിനെക്കാട്ടും വലിയ കുപ്പി. തള്ളു 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 തള്ളു. തുപ്പിയ ശരിക്കും തുപ്പിട്ടാ വെള്ളം തുപ്പരുത്. ഒരു ഡെയിലി ഒരു സിപ്പ് വെള്ളം മേത്തൊക്കെ ഔട്ട തുപ്പിയ. ഡെയിലി ഒരു കുപ്പി കുടിക്കണ്ട. ഡെയിലി ഒരു കുപ്പി കുടിക്കണ്ട എനിക്ക്. എന്നിട്ടിപ്പോ ഒന്ന് തുപ്പിയ
അപ്പൊ കുളിച്ചിട്ടില്ല. അപ്പൊ എന്തായാലും കുളിക്കണതിന്റെ മുന്നേ പഞ്ചസാര ഇട്ടിട്ട് നമ്മള് കുറച്ചേരം ഒന്നും ഇരിക്കൂല. കോഫി വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ എന്താ പകരം നമുക്ക് ഹണി ഇടാം അല്ലേ? അതിന്നൊരു കട്ടെടുത്താ ഇതെന്ത് ഒട്ടാത്ത്? വെളിച്ചെണ്ണ ഇല്ലാത്തോണ്ട് കുറച്ച് ഇതെടുത്താ എന്ത് വെള്ളം നമുക്കറിയില്ല. എന്തായാലും ഇത് ജസ്റ്റ് ഒരു ട്രൈ മാത്രമാണ് ഗൈസ്. ടേസ്റ്റ് ഇല്ല, കയ്പല്ല, ചൊറിയുണ്ടോ? ഓ മൈ ഗോഡ്, പെട്ടോ ഗൈസ്. ഓക്കെ, ഇനി കുറച്ച് എനിക്ക് പാട്ട് പാടാൻ നല്ല ഇഷ്ടാട്ടോ. പിന്നെ പാടാൻ സമ്മതിക്കൂല. ഇനി നമുക്കൊന്ന് കുറച്ചേരം ചില്ലാക്കാം. ഓക്കെ, അതുവരെയായിരിക്കും ഇതൊക്കെ ഇങ്ങനെ ഒന്ന് സെറ്റ് ആവട്ടെ. ഹലോ ഗൈസ്, ഞങ്ങൾ ഹോം അലോൺ ആണ്. പോയാ എല്ലാരും വിളിച്ചു കഴിഞ്ഞ് ഉക്കുലയിലൊക്കെ ഇരുന്നതൊക്കെ സെറ്റ് ആയിക്കണ്. ഇങ്ങനെ ഒട്ടണുണ്ട്. അപ്പൊ എന്തായാലും ഇതൊന്ന് പോയി കഴുകി കുളിച്ചു വരാം. ഓക്കെ, കളിച്ചിട്ട് കാണാം. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്യണം. ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയില്ലോ. സോഫ്റ്റ് കോക്കനട്ട് ഓയിലാണ്. ഇനി ഞാൻ കഴിക്കട്ടെ, പിടിച്ചാ. കുളിച്ച് നിസ്കരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനിയിപ്പോ ഫുഡ് ഉണ്ടാക്കണം. മുടിയൊന്നും ഉണങ്ങിയിട്ടില്ല, ആകെ നനഞ്ഞ് അതേമാതിരി ഇട്ടതാണ്, അതാ കെട്ടാത്ത്. അപ്പം എന്തായാലും ഇനി ഫുഡ് ഉണ്ടാക്കൽ പരിപാടിക്കൊക്കെ പോവാം. നമ്മൾ വിചാരിച്ച് പൊട്ടാറ്റോ റൈസ് ഉണ്ടാക്കാന്ന്. പെട്ടെന്ന് ആവുകയും ചെയ്യും, സിമ്പിളാണ്, ടേസ്റ്റ് ഉണ്ടാവും. അപ്പം എന്തായാലും ആ പരിപാടി. മറ്റേ പ്ലേറ്റ് എടുത്താലോ? ഫ്ലോപ്പായി ഗൈസ്. ഇംഗ്ലീഷില് ഞങ്ങള് വലിയ ഓവറാക്കിയതാണ്. ഇത് മുട്ടി എനിക്ക് തിന്നണോ? അപ്പൊ ഞങ്ങള് ഹോം അലോൺ തീർന്ന് മെച്ചിയും കുട്ടികളും ചട്ടിയും കുട്ടിയൊക്കെ വന്ന് ഫുഡ് കൊടുന്നാണ്. ഞങ്ങള് നല്ല പ്രൊഫഷണൽ ആയിട്ട് എന്തൊക്കെ ചെയ്യാനൊക്കെ നോക്കിയിരുന്നു. പക്ഷെ ഇനിയിപ്പോ ഫുഡൊക്കെ ഉണ്ട്, നല്ല വിശക്കണുണ്ട്. ഇനിയൊക്കെ തിന്നിട്ട് വൈൻഡപ്പ് ചെയ്യട്ടെ. ഇനി അധികം ഒന്നുമില്ല, ഹോം അലോണൊക്കെ കഴിഞ്ഞ് ആകെ ഫ്ലോപ്പാക്കി. നിങ്ങൾ എന്തിനാ വന്ന്? നമുക്ക് ഫുഡ് കഴിക്കാം. നല്ല അടിപൊളി ബിരിയാണി ഒക്കെ കഴിച്ച് ഒക്കെ കഴിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. പക്ഷെ സത്യം പറഞ്ഞാല് ഞങ്ങൾ വിചാരിച്ചത് ഒരു വൈകുന്നേരമെങ്കിലും ആ ഒരെത്താൻ എന്നുള്ളത്. ഒരു 2:30 ഒരു ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ വന്ന് ഞങ്ങൾ ബിരിയാണി തിന്നതുകൊണ്ട് എന്തെങ്കിലും ഡെസേർട്ട് മധുരമുള്ള എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വിചാരിച്ച്. അപ്പൊ പാല് വരെ കാത്തിക്കാം. പാല് വന്നിട്ട് നമുക്ക് എന്തെങ്കിലും മാംഗോട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം, അതും കൂടെ ആഡ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മള് റെസിപ്പി ഇടാം. ഓക്കെ, അപ്പൊ ഇനി എന്തായാലും ആ പരിപാടിക്ക് പോവാം. നല്ല ടേസ്റ്റ് ആയിക്കാണ്. എന്തായാലും നമ്മളെ മാംഗോ പുഡിങ്ങിനുള്ള നല്ല സിമ്പിൾ റെസിപ്പിയാണ്. ഞങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ അറിയില്ലേന്ന്, പക്ഷെ അമ്മച്ചി പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത്ര സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ. യെസ്, അപ്പൊ ഇനി ഇതിത്തെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം. പറയും. ഇത് സ്ലൈസ്ഡ് മാംഗോ. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മതി. ഇത് പിന്നെ മാംഗോ പ്യൂരി. അപ്പൊ ഇത് മാംഗോ പ്യൂരി. അങ്ങനെ പറഞ്ഞാല് മാംഗോ നമ്മള് വെള്ളമൊന്നുമില്ലാതെ മിക്സിയിലിട്ട് അരച്ചെടുത്താണ്. പിന്നെ കസ്കസ് നേരത്തെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചത്, പഞ്ചസാര, ഷുഗർ. ഇത്രല്ല വേണ്ടത്, കുറച്ച് തോനെ വേണ്ടത്. പക്ഷെ കാണിച്ചു തരാൻ വേണ്ടി ഇത്ര എടുത്താണ്. ആയിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പൊ കുറച്ച് ചൈന ഗ്രാസ്,
പിന്നെ ഇതും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. കോൺഫ്ലവർ പൊടി വെള്ളത്തിൽ കലക്കിയതാണ്. വെള്ളത്തിലോ പാലിലോ എന്തെങ്കിലും കളിക്കാം. പിന്നെ മെയിൻ ആയിട്ട് വേണ്ടത് നമ്മളെ പാല്. 1 കപ്പ് പാലാണ് ഇവിടെ എടുക്കുന്നത്. അപ്പൊ മിൽക്ക് മെയ്ഡ് പറഞ്ഞില്ല അമൂലിന്റെ. അപ്പൊ ഇതും അപ്പൊ ഞാൻ എന്തായാലും ഇത് റെഡി ആക്കാം. നല്ല സിമ്പിളാണ്. അപ്പൊ നീ കമോൺ. നമ്മൾ ഇത് ലേറ്റ് ഓൺ ചെയ്യാം. തിളക്കുമ്പോൾ നമ്മൾ ഈ മിൽക്ക് മെയ്ഡും പിന്നെന്താണിത് ഇതിനെന്താ പറയാ കോൺഫ്ലവറും കസ്കസല്ല അത് രണ്ടും കൂടെ ഒഴിച്ചെടുക്കണം. അപ്പം 1 സ്പൂൺ ഒരു ഇൻഗ്രീഡിയന്റ് പറഞ്ഞുതരാൻ മറന്നു വയ്ക്കണേ, വാനില എസൻസ്. ഓക്കെ, ഇത് ഓപ്ഷണലാണ്. ആ ടേസ്റ്റ് വാനിലന്റെ ടേസ്റ്റ് പാടില്ല. അപ്പൊ കുറച്ച് ചൈന ഗ്രാസ് ഒഴിക്കണുള്ളൂ. അതും ഇളക്കി ഇത് നമ്മൾ എന്തുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഒഴിച്ചില്ല എന്ന് ചോദ്യത്തിന് അത് പിരിഞ്ഞു പോകും. പാലൊക്കെ കൂടെ ഒരുമാതിരി ചീസ് ഇട്ട പ്രാവശ്യം ഇപ്പൊ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ്. നല്ല ടേസ്റ്റ്. ഇനി നമുക്ക് മാങ്ങ ഇട്ടിട്ട് കൂടെ ടേസ്റ്റ്. ഇനി നമ്മൾ ഈ മാംഗോ റബ്ബേ ഒന്ന് ക്യാമറ താറ്റിപ്പോയി. ഫ്രീസർ കച്ചലെന്ന് പെട്ടെന്നാവും. നമുക്ക് ആക്രാന്തം ഞങ്ങൾ ഏതോ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ, ആക്രാന്തമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റോ. അപ്പൊ പുഡിങ് സെറ്റ് ആയിട്ടില്ലേ വല്ല പിന്നീട് ആക്രാന്തം നമുക്ക് ഭയങ്കര പൂതി കഴിക്കാൻ. അപ്പൊ എന്തായാലും ടേസ്റ്റ് ചെയ്തിട്ട് നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും ടേസ്റ്റ് നോക്കാം. പിന്നെ ഇതെല്ലാവരും ഞാൻ നോക്കിയതാണ് ഒരു പ്രാവശ്യം, എന്നാലും 5 പ്രാവശ്യം നമ്മൾ ഒന്നിലെടുത്തത് എന്താ പറഞ്ഞാൽ ബാക്കി സെറ്റ് ചെയ്തിട്ട് തിന്നാൻ. ഞാൻ കുറെ ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ്, എന്നാലും നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷെ ആ മാങ്ങന്റെ പീസുകൾ പറയുമ്പോ വേറെ ലെവല് മതിട്ടാ. ഫ്ലോപ്പായ ഹോംലൺ നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആക്കി മാറ്റി. കുക്കിംഗ് വീഡിയോ അല്ലേ, നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്യാന്നുള്ള പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഇത് ഉണ്ടാക്കാന്ന് ഈ ഒരു ടൈം വരെ ഇപ്പൊ എത്ര മണിയായി? ഒരു 9:30. ഈ ഒരു ടൈം അല്ല ഒരു 8 മണി വരെയെങ്കിലും നമ്മൾ ഉണ്ടാവും വിചാരിച്ച. എന്താ അറിയില്ല, പെട്ടെന്ന് യാദർശികമായിട്ട് നേരത്തെ നമ്മൾ ഉച്ചക്കുള്ള ചോറുണ്ടാക്കാം. നമ്മൾ പൊട്ടാറ്റൊക്കെ പ്രൊഫഷണലായി കട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പൊ നമ്മൾ പൊട്ടാറ്റോ പീല് എടുക്കുമ്പോഴാണ്. അപ്പൊ അതൊന്നും നടന്നില്ല. എന്തായാലും ഇങ്ങനത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. നമ്മളൊരു ഫ്ലോപ്പായ ഹോം ലോൺ വീഡിയോ. പിന്നെന്താ, നമ്മളൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാം. ചെറിയൊരു രാവിലെ മുതൽ ഉച്ച വരെ ഇല്ല, നമ്മള് പുഡിങ്ങൊക്കെ ഉണ്ടാക്കി. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇനി ഇങ്ങനത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. പിന്നെ പുതിയ കണ്ടന്റ് ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യാം. നമുക്ക് എന്തായാലും അടിച്ചു പൊളിക്കാം. ഇനി എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ വരുന്നവരേക്കും ബൈ.